നമസ്കാരം. ഹാപ്പി ക്രിയേറ്റീവ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നൊരു ബട്ടർഫ്ലൈ എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത്. എന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു ഫ്രീ സ്റ്റാൻഡിങ് ബട്ടർഫ്ലൈ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നമ്മളിത് ഉഷ ജനോമണ്ടസ് സൂയിങ് മെഷീനിലാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സെറ്റിങ്സ് നോക്കാം. സിക്സാക് സ്റ്റിച്ചാണ് ആവശ്യമായിട്ടുള്ളത്. എയിലാണുള്ളത്. അതുകൊണ്ട് നമുക്കത് എ സെലക്ട് ചെയ്യാം. ലെങ്ത് 0യുടെ അടുത്ത് സെലക്ട് ചെയ്യാം. വിഡ്ത്ത് മാക്സിമത്തിൽ വെച്ചു. ആവശ്യാനുസരണം വിഡ്ത്ത് കൂട്ടിയും കുറച്ചും കൊടുക്കണം. ടെൻഷൻ 2. ഇനി എംബ്രോയ്ഡറി ചെയ്യാം.
തുണിയുടെ പീസ് ഇതിൻ്റെ അടിയിൽ വെച്ച് തയ്ക്കണം. അതിനു മുമ്പ് കത്രി ഉപയോഗിച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ വെട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പിന്നീട് മുറിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി തുണി അടിയിൽ വെച്ച് തയ്ക്കാം. കണ്ടോ, പൂമ്പാറ്റയെ തയ്ച്ചതിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഞാനിത് തയ്ക്കുന്നത്. ഇപ്പോൾ അടിയിൽ വെച്ച തുണിയും ബട്ടർഫ്ലൈ തയ്ച്ച ഈ മുകളിലെ തുണിയും ഒരുമിച്ചാണ് തയ്ച്ചു പോകുന്നത്. ഇനി നമുക്ക് ഈ വിടവിലൂടെ കട്ട് ചെയ്ത് ബട്ടർഫ്ലൈയെ വേർതിരിക്കാം. അടിയിലുള്ള തുണിയിൽ കട്ട് ചെയ്ത് പോകാതെ സൂക്ഷിക്കണം. ഇപ്പം ഞാൻ ബട്ടർഫ്ലൈയുടെ ഈ ബോഡി ഒഴികെ ബാക്കി എല്ലാ ഭാഗവും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ ബട്ടർഫ്ലൈക്ക് ഇങ്ങനെ നിൽക്കാൻ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇനി ഈ വക്കുകൾ നമുക്ക് തയ്ക്കാം. ബട്ടർഫ്ലൈ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിവശവും കട്ട് ചെയ്ത് മാറ്റാം. കൂടുതൽ എക്സസ് ആയിട്ട് വരുന്ന തുണി ഇതുപോലെ കട്ട് ചെയ്ത് നീക്കാം. ഇനി സാറ്റിൻ സ്റ്റിച്ചിൽ നമുക്കിതിൻ്റെ എഡ്ജ് തയ്ച്ച് ഭംഗിയാക്കാം. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബട്ടർഫ്ലൈ നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ച് വേണം തയ്ക്കാൻ. അല്ലാതെ ബട്ടർഫ്ലൈയിൽ സ്റ്റിച്ച് വീണിട്ടുണ്ടെങ്കിൽ അത് അടിയിലെ തുണിയിലോട്ട് ഫിക്സ് ആയിപ്പോകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.